ഒരു കാര്യം ചെയ്യുന്ന സംഭവമൊക്കെ നല്ല അടിപൊളിയാണ്. പക്ഷേ നിന്റെ തൃശ്ശൂർ ഭാഷയില്ലേ ഒരു എയിമില്ല. ഒന്ന് മാറ്റി പിടിച്ചേ. നീ കുറച്ചുകൂടി അച്ചടി ഭാഷ നീ ഒരു ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ഒരാളല്ലേ. നീ എന്തുട്ട് വർത്താനം ഈ പറയണേ? ഒരു എയിമില്ല കേൾക്കാൻ. എന്ത് എയിമില്ലായ്മ? നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിലെ നമ്മുടെ തൃശ്ശൂർ വർത്താനം നമുക്ക് ആളുകളോട് സംവദിക്കാൻ ആ ഭാഷ ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ അന്തസ്സത്ത് പിന്നെ എവിടെയാ സജേഷേ? ഞാനും കുറെ കാലം മുന്നേ ടീച്ചർ ആദ്യമായിട്ട് വീഡിയോയിൽ കാണുമ്പോൾ എന്നെ അട്രാക്ട് ചെയ്തത് എനിക്കൊരു അസൂയ തോന്നി. അതെ. ഞാനൊരു തൃശ്ശൂർകാരനായിട്ട് ഇത്ര അത് മനോഹരമായിട്ട് ബലം പിടിച്ച് അതായത് ഈ തൃശ്ശൂർക്കാർക്ക് ഉണ്ടാവുന്ന പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ ആ, നമ്മൾ ബലം പിടിച്ച് സംസാരിക്കും. അതായത് ആ, നമ്മുടെ വർത്താനത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മൾ വർത്താനം എന്നും കൂടി പറയില്ല, ഇല്ല വർത്തമാനം. വർത്തമാനം ഓ സജീഷ് എന്തുണ്ട്, സുഖമായിരിക്കുന്നു. സുഖമായിരിക്കുന്നു. ആ സജീഷ് എന്തുണ്ടാ എന്ന് ചോദിക്കണം. നമ്മൾ വ്യത്യാസം ഭയങ്കരമാണ്. വ്യത്യാസമുണ്ട്. അപ്പൊ മറ്റേത് ഞാനിങ്ങനെ സജീഷ് സുഖമായിരിക്കുന്നു, സജീഷിന്റെ വീട് എവിടെയാണ്, ഇവിടെയാണല്ലേ, ഓ ഓക്കെ എന്ന് ഞാൻ പറയുമ്പോ സജീഷിന് എന്നോട് വല്ലാത്തൊരു അകല ഫീൽ ഈ ചെയ്യണം. തൃശ്ശൂർ ഭാഷയിൽ പൊതുവെ ഒരു നിഷ്കളങ്കത ഉണ്ട് അല്ലേ? തൃശ്ശൂരുകാർ വർത്തമാനത്തിന് നിഷ്കളങ്കരാണോന്ന് നമ്മുടെ എനിക്കറിയില്ല, ഭാഷയിലുണ്ട് ആ അത്. ഭാഷയിലെ അതെ അതെ അതെ. ആ ലാംഗ്വേജിന് അങ്ങനെ പിന്നെ അതെന്ന് വെച്ചാൽ പ്രത്യേകതയുണ്ട്. അതൊരു ആ അപ്പുറത്തെ വീട്ടിലെ കുട്ടി അങ്ങനെയുള്ളൊരു ഫീലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇന്നസെന്റ് ഒക്കെ സംസാരിക്കുമ്പോൾ അതെ 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 അതെ. അദ്ദേഹത്തെ ഇത്ര ഇഷ്ടമാവാൻ കാരണം എന്താ വെച്ചാൽ അപ്പോ ഇന്നസെന്റ് കഥകൾ എന്നൊക്കെ പറഞ്ഞൊരു സംഭവം തന്നെയുണ്ട്. ഞാൻ എന്റെ രാജ്യത്തിൽ അഭിമാനിക്കുന്നു, അതെ അതെ ഞാൻ അതെ എന്റെ അതെ. ഭാഷയിൽ അത് തൃശ്ശൂർ ഭാഷയിൽ തൃശ്ശൂർ വിട്ടിട്ട് ഞാൻ അഭിമാനിക്കുന്നു. എവിടെയും പോവാൻ പോലും ഞാൻ ബില്ലിംഗ് അല്ല എന്നുള്ളതാണ്.